എവരിവൺ. അപ്പോൾ നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം തേർഡ് സെമ്മിലെ പ്രൊഫഷണൽ ബിസിനസ് സ്കിൽസിൻ്റെ ജസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ കുറേ കുട്ടികൾക്ക് ഇത് ഭയങ്കര ടഫായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞപ്പോൾ നമ്മളതൊരു റിവിഷൻ ക്ലാസ് പോലെ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് ബികോം BBA സ്റ്റുഡൻസിനാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ പ്രൊഫഷണലിസം ആണ്. ചാപ്റ്റർ വൈസ് ആണെങ്കിലും ഫസ്റ്റ് ചാപ്റ്റർ പ്രൊഫഷണലിസം. അതിൽ നമുക്ക് ആദ്യം പഠിക്കേണ്ടത് എന്താണ് പ്രൊഫഷണലിസം എന്ന് പഠിക്കണം. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രൊഫഷണലിസം ഈസ് ദ വേ ആൻ ഇൻഡിവിജ്വൽ കണ്ടക്ട് ഹിംസെൽഫ് അറ്റ് വർക്ക് ടു റെപ്രസെൻറ്റ് ബോത്ത് ഹിംസെൽഫ് ആൻഡ് ഹിസ് കമ്പനി ഇൻ എ പോസിറ്റീവ് വേ. അതായത് പ്രൊഫഷണലിസം എന്ന് പറയുന്നത് ഒരു വേ ആണ്. ഒരു പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു, അതായത് അദ്ദേഹത്തിൻ്റെ സൂപ്പർവൈസേഴ്സിനോടായാലും എംപ്ലോയീസിനോടായാലും മറ്റുള്ള പീപ്പിൾസിനോടായാലും എങ്ങനെ ഇൻട്രാക്ട് ചെയ്യുന്നു, അവർക്ക് എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർ ആ ഒരു പ്രൊഫഷണൽസിന് ആ കമ്പനിയിൽ ഉണ്ടായിരിക്കേണ്ട ഇൻറ്റഗ്രിറ്റി, സത്യസന്ധത, ഇങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇങ്ങനൊരു പ്രൊഫഷണൽ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തിന് മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റ്, അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റി, ഇങ്ങനെയുള്ള ആ ഒരു വേനെയാണ് നമ്മൾ പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പ്രൊഫഷണലിസം, പ്രൊഫഷണലിസത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക. ഫസ്റ്റ്, സ്പെഷ്യലൈസ്ഡ് നോളേജ്. സ്പെഷ്യലൈസ്ഡ് നോളേജ് എന്ന് പറഞ്ഞാൽ ജനറലി പ്രൊഫഷണൽസ് ആർ നോൺ ഫോർ ദെയർ സ്പെഷ്യലൈസ്ഡ് നോളേജ്. അതായത് ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു പ്രൊഫഷനെ കുറിച്ച് സ്പെഷ്യൽ നോളേജും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അദ്ദേഹത്തിന് സ്പെഷ്യൽ നോളേജ് മാത്രം പോരാ, നോളേജ് ടു പ്രാക്ടീസ്, അതായത് പ്രാക്ടിക്കൽ നോളേജും കൂടി ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. ദെൻ രണ്ടാമത്തെ പോയിന്റ്, കോമ്പിറ്റൻസി. പ്രൊഫഷണൽ ഡോണ്ട് മേക്ക് എക്സ്ക്യൂസസ് ബട്ട് ഓൾവേസ് ഫോക്കസ് ഓൺ ഫൈൻഡിങ് സൊല്യൂഷൻ. അതായത് കോമ്പിറ്റൻസി എന്ന് പറഞ്ഞാൽ ഏതൊരു പ്രൊഫഷണൽ ആയാലും എന്തൊരു കാര്യം ചെയ്യുമ്പോഴായാലും അതിന് എക്സ്ക്യൂസ് പറയരുത്. ഏതൊരു കാര്യത്തിനായാലും സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ്, അതായത് നല്ല കോമ്പിറ്റൻറ്റ് സ്പിരിറ്റും കാര്യങ്ങളൊക്കെ ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. അവരേതൊരു കാര്യത്തിൻ്റെയും സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നോക്കേണ്ടത്, അല്ലാതെ ഒരു കാര്യത്തിനും എക്സ്ക്യൂസ് പറയരുത്. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഇത്ര സ്പീഡിൽ പോകുന്നത് കേട്ടോ. ദെൻ മൂന്നാമത്തെ പോയിന്റ്, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്. കമ്മിറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫഷണൽസ് അവരുടെ ക്ലയൻസിനോടായാലും സൂപ്പർവൈസേഴ്സിനോടായാലും വർക്കേഴ്സിനോടായാലും ഒക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ, ഇടപഴകുമ്പോൾ അതിൻ്റേതായ ഒരു കോൺഫിഡൻസോട് കൂടിയിട്ടും നല്ലൊരു കമ്മിറ്റ്മെൻറ്റ് ആ പ്രൊഫഷണലിനും ആ കമ്പനിയും തമ്മിലുണ്ടായിരിക്കണം. നല്ലൊരു കോൺഫിഡൻസോട് കൂടിയിട്ടും നല്ലൊരു കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടായിരിക്കണം ഇൻട്രാക്ട് ചെയ്യേണ്ടത്. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ദെൻ നാലാമത്തെ പോയിന്റ്, റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡിപ്പെൻഡബിലിറ്റി. അതായത് ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏതൊരു ആക്ടിവിറ്റി അല്ലെങ്കിൽ ഏതൊരു വർക്ക് ഏറ്റെടുക്കുമ്പോഴായാലും അതിൽ അദ്ദേഹം എന്തുണ്ടായിരിക്കണം, അദ്ദേഹത്തിന് നല്ലൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ആ വർക്ക് ചെയ്ത് തീർക്കും എന്നൊരു ഡിപ്പെൻഡബിലിറ്റി എന്ന് പറഞ്ഞ ഒരു വിശ്വാസ്യതയും ഉണ്ടായിരിക്കണം. ഓക്കെ, അല്ലാണ്ട് ഒരു വർക്ക് ഏറ്റെടുത്ത് തോന്നിയ മാതിരി ചെയ്യലല്ല ഒരു പ്രൊഫഷണൽസിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അദ്ദേഹം ഏതൊരു വർക്ക് ചെയ്യുമ്പോഴായാലും നല്ലൊരു റെസ്പോൺസിബിലിറ്റിയോട് കൂടി തന്നെ ചെയ്യണം. ദെൻ അഞ്ചാമത്തെ പോയിന്റ്, ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഹോണസ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ ദേ നെവർ കോംപ്രമൈസ് ദെയർ വാല്യൂസ് ആൻഡ് വിൽ ഡു ദ റൈറ്റ് തിങ് ഈവൻ ഡ്യൂറിങ് അഡ്വേഴ്സ് സിറ്റുവേഷൻ. അദ്ദേഹം ഏതൊരു പ്രൊഫഷണൽ ആയാലും നല്ലൊരു സത്യസന്ധതയോടുകൂടി, ഹോണസ്റ്റിയോട് കൂടിയിട്ടും ഇൻറ്റഗ്രിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യണം. ദേ ഹാവ് ദ ഹോണസ്റ്റി ടു അഡ്മിറ്റ് ദെയർ ഇന്നബിലിറ്റി. ദേ ഹാവ് നോ ഹെസിറ്റേഷൻ ടു ആസ്ക് ഫോർ ഹെൽപ്പ് വെൻ ദേ നീഡ് ഇറ്റ്. അതായത് ഇപ്പോൾ ഏതൊരു പ്രൊഫഷണലായാലും എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചെയ്ത തെറ്റാണ്, അതെനിക്ക് പറ്റിയൊരു അബദ്ധമാണെന്ന് പറയാനുള്ള ഒരു സത്യസന്ധത കാണിക്കണം. ഓക്കെ, അതാണ് അഞ്ചാമത്തെ പോയിന്റിൽ നല്ലൊരു സത്യസന്ധതയും ഇൻറ്റഗ്രിറ്റിയും ഉണ്ടായിരിക്കണം. ദെൻ ആറാമത്തെ പോയിന്റ്, ഇനീഷ്യേറ്റീവ് ആൻഡ് അക്കൗണ്ടബിലിറ്റി. പ്രൊഫഷണൽ ഷോ ഇനീഷ്യേറ്റീവ് ബൈ സീക്കിംഗ് ന്യൂ വർക്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇതൊരു പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ ഏതൊരു പുതിയ വർക്ക് കിട്ടിയാലും അവർ അതിൻ്റേതായ ഒരു ഇനീഷ്യേറ്റീവ്, അതായത് അതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കണം. അല്ലാതെ എനിക്കത് ചെയ്യാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പ്രൊഫഷനിൽ ഇരിക്കാൻ പാടില്ല. അതിൻ്റേതായ ഇനീഷ്യേറ്റീവോട് കൂടിയിട്ടും അതിൻ്റേതായ ആ ഒരു റെസ്പോൺസിബിലിറ്റിയിൽ ആ പുതിയ വർക്ക് ചെയ്യാനായിട്ട് തയ്യാറാവണം. ദെൻ ഏഴാമത്തെ, സെൽഫ് റെഗുലേഷൻ. പ്രൊഫഷണൽസ് ബിഹേവ് ആസ് എ ട്രൂ പ്രൊഫഷണൽ അണ്ടർ പ്രഷർ സിറ്റുവേഷൻസ്. അതായത് ഇപ്പോൾ ഏതൊരു പ്രൊഫഷണൽ ആയാലും അദ്ദേഹം ഒരു പ്രഷർ സിറ്റുവേഷനിലാണ്, അതായത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക മറ്റുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും കാണിക്കാതെ, ആ ഒരു ആംഗ്രിയോ ആ ഒരു അപ്സെറ്റോ ഒന്നും ഉണ്ടാകാതെ എംപ്ലോയീസിൻ്റെ അടുത്തും മറ്റുള്ളവരുടെ അടുത്തും ആ ഒരു അതായത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേഷ്യവും കാര്യങ്ങളൊന്നും കാണിക്കാതെ ആ ഒരു സെൽഫ് കൺട്രോൾ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. ഓക്കെ, ആ നല്ല രീതിക്ക് തന്നെ പെരുമാറണം. അതായത് അദ്ദേഹത്തിൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം.
ദെൻ 8th പോയിന്റ് ഇമേജ്. പ്രൊഫഷണൽസ് ട്രൈ ടു ബിൽഡ് എ ഗുഡ് ഇമേജ് ഇൻ ദ ഓർഗനൈസേഷൻ. ഏതൊരു പ്രൊഫഷണൽ ആയാലും അദ്ദേഹം വർക്ക് ചെയ്യുന്ന ആ ഒരു ഓർഗനൈസേഷനിൽ നല്ലൊരു ഗുഡ് ഇമേജ് ബിൽഡപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഗുഡ് ഇമേജ് ഉണ്ടാക്കാനായിട്ട് നോക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ്. 5 മാർക്ക് നോക്കുക. അടുത്തതായിട്ട് നോക്കേണ്ട ഒരു പോർഷനാണ് ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് എ ഗുഡ് പ്രൊഫഷണൽ. അതായത് ഒരു ഗുഡ് പ്രൊഫഷണലിന് ഉണ്ടായിരിക്കേണ്ട ട്രെയ്റ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്ന്. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഫസ്റ്റ് പോയിന്റ് എക്സലൻസ്. എ ഗുഡ് പ്രൊഫഷണൽ ഓൾവേസ് സ്ട്രൈവ് ഫോർ എക്സലൻസ് ആൻഡ് ക്വാളിറ്റീസ് ഓഫ് കെയർ ഇൻ ഓൾ ആക്ടിവിറ്റീസ്. ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും വളരെ നല്ലൊരു ക്വാളിറ്റിയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ നല്ലൊരു എക്സലൻസോട് കൂടിയിട്ടായിരിക്കണം ചെയ്യേണ്ടത്. ദെൻ സെക്കൻഡ് പോയിന്റ് ഓർഗനൈസേഷണൽ സ്കിൽസ്. എ പ്രൊഫഷണൽ ഷുഡ് കീപ് ഹിസ് വർക്ക് ഏരിയ നീറ്റ് ആൻഡ് ക്ലീൻ. ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ വർക്ക് ചെയ്യുന്ന ഒരു ഏരിയ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് സൂക്ഷിക്കണം. ഹിസ് ഫയൽസ്, പേപ്പേഴ്സ്, എവരിത്തിങ് ഷുഡ് ബി ഇൻ പ്രോപ്പർ പ്ലേസ്. അദ്ദേഹത്തിൻ്റെ ഫയലായാലും പേപ്പേഴ്സ് ആയാലും എല്ലാം ഒരു പ്രോപ്പർ പ്ലേസിൽ കീപ്പ് ചെയ്യണം, സൂക്ഷിക്കണം. പിന്നെ മൂന്നാമത്തെ പോയിന്റ് ടൈം മാനേജ്മെൻറ്റ്. ഇപ്പോൾ ഏതൊരു കമ്പനിയിലായാലും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ പങ്ക്ച്വാലിറ്റി എന്ന് പറയുന്നത്. ആൻ ഇൻഡിവിജ്വൽ ഈസ് കൺസിഡേർഡ് എ ഗുഡ് പ്രൊഫഷണൽ ഇഫ് ഹീ ഈസ് ഏബിൾ ടു മാനേജ് ഹിസ് ടൈം വെൽ. അതായത് ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹം നല്ല ടൈം മാനേജ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ നല്ല പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ട് എല്ലാ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യണം. ദെൻ നാലാമത്തെ പോയിന്റ് ഗുഡ് കമ്മ്യൂണിക്കേഷൻ. എ പ്രൊഫഷണൽ ഷുഡ് ഹാവ് വെരി ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ. കമ്മ്യൂണിക്കേഷൻ സ്കിൽ മീൻസ് ദ എബിലിറ്റി ടു ടോക്ക് ആസ് വെൽ ആസ് ലിസൺ. അതായത് ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ഗുഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പീക്കിംഗ് സ്കില്ല് മാത്രമല്ല, അല്ലെങ്കിൽ ടോക്കിംഗ് സ്കില്ല് മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ലിസൺ ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നത്. ദെൻ അഞ്ചാമത്തെ പോയിന്റ് സോഫ്റ്റ് സ്കില്ലാണ്. Being cautious to the subordinate as well as seniors, using the right words and vocabulary to communicate. അതായത് ഒരു ഗുഡ് പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റിനോടായാലും അല്ലെങ്കിൽ വർക്കേഴ്സിനോടായാലും ഒക്കെ നല്ലൊരു കോഷ്യസ് എന്ന് പറഞ്ഞാൽ ആദരവോട് കൂടിയിട്ട്, സബോർഡിനേറ്റിനോടായാലും അല്ലെങ്കിൽ സീനിയേഴ്സിനോടായാലും ആരോടായാലും നല്ലൊരു ആദരവോട് കൂടിയിട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ഒപ്പീനിയൻസിനെ അല്ലെങ്കിൽ വ്യൂ പോയിൻറ്റ്സിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടായിരിക്കണം പെരുമാറേണ്ടത്. ദെൻ ആറാമത്തെ പോയിൻ്റാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. അതിലൊരു 14 പോയിൻറ്റ്സൊക്കെ പറയുന്നുണ്ട്, അതിലൊരു 7 പോയിൻറ്റ്സൊക്കെ നമ്മൾ നോക്കിയാൽ മതി. പിന്നെ ടൈം കിട്ടുകയാണെങ്കിൽ നിങ്ങൾ നോക്കി പൊക്കോളൂ കേട്ടോ. ദെൻ ആറാമത്തെ പോയിൻ്റാണ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്. എ പ്രൊഫഷണൽ എംപ്ലോയി ഈസ് ദ വൺ ഹൂ ഡസ് നോട്ട് ബ്രേക്ക് അപ്പ് അണ്ടർ പ്രഷർ ആൻഡ് മെയിൻറ്റെയിൻ എ കാം ബിഹേവിയർ ഔട്ട്സൈഡ് ഈവൻ ഇൻ ദ വേഴ്സ്റ്റ് ഓഫ് സർക്കംസ്റ്റാൻസസ്. അതായത് ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് പല പ്രോബ്ലംസും കാര്യങ്ങളും ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ കുറേ പ്രഷറും കുറേ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊന്നും അദ്ദേഹത്തിൻ്റെ വർക്കിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷനിൽ അദ്ദേഹം അതൊന്നും കാണിക്കാൻ പാടില്ല. അദ്ദേഹം വളരെ കാമായിട്ട് നല്ല പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടിയിട്ടായിരിക്കണം ഒരു പ്രൊഫഷണലിസത്തിൽ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആകുമ്പോൾ നല്ലൊരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അല്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രഷറോ ദേഷ്യമോ കാര്യങ്ങളോ ഒന്നും അതിൽ കാണിക്കാനായിട്ട് പാടില്ല. ദെൻ ഏഴാമത്തെ പോയിന്റ് ഫോക്കസ് ആൻഡ് ഹാർഡ് വർക്ക്. അതായത് നമുക്ക് ഏതൊരു കാര്യത്തിനും സക്സസ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ വേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളാണ്, ഒന്ന് ഫോക്കസും ഒന്ന് ഹാർഡ് വർക്കും. വളരെ ഹാർഡ് വർക്കായിട്ടുള്ള നല്ല ഫോക്കസോട് കൂടി ചെയ്താൽ മാത്രമാണ് നമുക്ക് ഏതൊരു കാര്യത്തിനും സക്സസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ഗുഡ് പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റീസ് അല്ലെങ്കിൽ ട്രെയ്റ്റ്സുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത് കേട്ടോ. ദെൻ അടുത്ത് നോക്കേണ്ട ടോപ്പിക്കാണ് പ്രൊഫഷണൽ സ്കിൽസ്. പ്രൊഫഷണൽ സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഏതൊരു പ്രൊഫഷണൽസിനായാലും ഉണ്ടായിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് സ്കിൽസുകൾ ഏതൊക്കെയാണെന്ന് ഫസ്റ്റ് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഓർഗനൈസേഷനിൽ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടായിരിക്കണം. കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുമ്പോൾ അതെന്ത് സ്കില്ല് മാത്രമല്ല, ടോക്ക് ചെയ്യാനുള്ള സ്കില്ല് മാത്രമല്ല, മറ്റുള്ളവരുടെ പ്രോബ്ലംസ് ആയാലും മറ്റെന്ത് കാര്യങ്ങളായാലും ലിസൺ ചെയ്യാനുള്ള ഒരു സ്കില്ലും കൂടിയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ദെൻ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയുമ്പോൾ ഇതിൽ കൊടുക്കുന്നുണ്ട് സ്പീക്കിംഗ് സ്കില്ല് വരും, ലിസൺ സ്കിൽസ്, ബോഡി ലാംഗ്വേജ്, ഒരു സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ റെസ്പെക്റ്റ്ഫുൾ ആറ്റിറ്റ്യൂഡ്, ഇതൊക്കെയാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ വരുന്നത്. അതാണ് ഒന്നാമത്തെ ഒരു പ്രൊഫഷണലിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ല്.
ദെൻ രണ്ടാമത്തെയാണ് ഡിസിഷൻ മേക്കിംഗ് സ്കില്ല്. വൺ ഓഫ് ദി ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ലൈഫ് ഈസ് ടു മേക്ക് ഡിസിഷൻസ്. അതായത് ഒരു പ്രൊഫഷണലിൻ്റെ ഏറ്റവും എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ് ഈ ഡിസിഷൻ മേക്കിംഗ് സ്കിൽ എന്ന് പറഞ്ഞാൽ. കാരണം നമ്മുടെ ആ ഒരു ഓർഗനൈസേഷനിൽ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അതിന് എന്താ പറയുക യോജിച്ച രീതിക്ക് ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്കില്ല് ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. ദെൻ മൂന്നാമത്തെയാണ് പ്രോബ്ലം സോൾവിങ് സ്കിൽ. മെനി പീപ്പിൾ അവോയ്ഡ് പ്രോബ്ലംസ് ബിക്കോസ് ദേ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അതായത് പ്രോബ്ലം സോൾവിങ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് അറിയില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല എന്ന് പറഞ്ഞിട്ട് അവോയ്ഡ് ചെയ്യല്ല വേണ്ടത്. കുറേ ആൾക്കാർ അങ്ങനെ എന്ത് പ്രോബ്ലംസ് ഉണ്ടായാലും അത് മനസ്സിലായില്ല അല്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ അവോയ്ഡ് ചെയ്യാതെ ആ പ്രോബ്ലംസ് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ട് അതിനുള്ള സൊല്യൂഷൻ അല്ലെങ്കിൽ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ എടുക്കുക. അങ്ങനെ ഒരു സ്കില്ല് ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. ദെൻ നാലാമത്തെ പോയിന്റ് ലീഡർഷിപ്പ് സ്കില്ല്. ലീഡർഷിപ്പ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണൽസിൻ്റെ താഴെയുള്ള സബോർഡിനേറ്റിനായാലും അല്ലെങ്കിൽ താഴെയുള്ള എല്ലാ വർക്കേഴ്സിനെയും ലീഡ് ചെയ്തിട്ട് അവർ നല്ല രീതിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് അവരെ ലീഡ് ചെയ്യാനുള്ള ഒരു ലീഡർഷിപ്പ് സ്കില്ല് ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. ദെൻ അഞ്ചാമത്തെ പോയിന്റ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ്. ഇൻ്റർപേഴ്സണൽ സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അതിൽ കുറേ ആൾക്കാർ പല ടൈപ്പിലുള്ള ആൾക്കാരുണ്ടാവും. ആ എല്ലാ ആൾക്കാരുടെയും അതായത് ആ ഓർഗനൈസേഷനിലുള്ള എല്ലാവരുടെ അടുത്തും ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത അല്ലെങ്കിൽ ഒരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് കൊണ്ടുപോകാനുള്ള ഒരു സ്കില്ല് ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. അതാണ് ഇൻ്റർപേഴ്സണൽ സ്കിൽസ് എന്ന് പറയുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ് ഓർഗനൈസേഷണൽ സ്കിൽസ്. ഓർഗനൈസേഷണൽ സ്കിൽസ് നീഡഡ് ഇൻ ദ വർക്ക് പ്ലേസ് ക്യാൻ ഇൻക്ലൂഡ് ജനറൽ പ്ലാനിങ്, കോർഡിനേറ്റിംഗ് റിസോഴ്സസ് ആൻഡ് മീറ്റിംഗ് ഡെഡ് ലൈൻസ്. ഓർഗനൈസേഷണൽ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം തന്നെ. അതായത് ഒരു പ്രൊഫഷണൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ വർക്ക് പ്ലേസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഏതൊരു പേപ്പേഴ്സ് ആയാലും ഫയൽസ് ആയാലും ഒരു പ്രോപ്പർ പ്ലേസിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വെക്കണം. അതാണ് ഓർഗനൈസേഷണൽ സ്കില്ല്. ദെൻ ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്. അത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു പ്രൊഫഷണൽസ് നല്ല രീതിക്ക് ടൈം മാനേജ് ചെയ്തിട്ട് അല്ലെങ്കിൽ നല്ലൊരു പങ്ക്ച്വാലിറ്റിയോട് കൂടിയിട്ട് വർക്ക് ചെയ്യേണ്ട ആ ഒരു സ്കില്ല് പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കും. അതാണ് ടൈം മാനേജ്മെൻറ്റ് സ്കില്ല്. ദെൻ സ്ട്രെസ് മാനേജ്മെൻറ്റ് സ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഏതൊരു മനുഷ്യനായാലും അദ്ദേഹത്തിന് പ്രഷറും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ സ്ട്രെസ് ആയാലും എല്ലാം ഉണ്ടായിരിക്കും. ആ ഒരു സ്ട്രെസ്സിനെ മാനേജ് ചെയ്തിട്ട് അതൊന്നും നമ്മൾ ആ ഒരു വർക്കിലോ അല്ലെങ്കിൽ ആ ഒരു ഓർഗനൈസേഷനിലോ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഫഷണലിൽ അതൊന്നും കാണിക്കാത്ത രീതിക്ക് അതൊക്കെ മാനേജ് ചെയ്തിട്ട് വർക്ക് ചെയ്യാനുള്ള ആ ഒരു സ്കില്ല് ആർക്കുണ്ടായിരിക്കണം? ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. ദെൻ ഒമ്പതാമത്തെ പോയിൻ്റാണ് ടീം വർക്ക്. നമ്മളൊരു ഏതൊരു ഓർഗനൈസേഷനിലായാലും അല്ലെങ്കിൽ ഏതൊരു കമ്പനിയിലായാലും അവിടെ സക്സസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നല്ല ടീം വർക്ക് അല്ലെങ്കിൽ നല്ലൊരു കോർഡിനേഷൻ വേണം. അങ്ങനെ ടീം വർക്കോട് കൂടിയിട്ട് അല്ലെങ്കിൽ കോർഡിനേഷൻ ചെയ്യാനുള്ള ആ ഒരു കോർഡിനേഷൻ ചെയ്തിട്ട് അല്ലെങ്കിൽ ടീം വർക്കോട് കൂടിയിട്ട് ഒരു സക്സസ് ഉണ്ടാക്കാനുള്ള ആ ഒരു സ്കില്ല് ആർക്ക് വേണം? പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. ദെൻ പത്താമത്തെ പോയിൻ്റാണ് വർക്ക് എത്തിക്. വർക്ക് എത്തിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു പ്രൊഫഷണൽസിന് അദ്ദേഹം വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് കിട്ടുന്ന സാലറി എത്രയാണോ ആ സാലറിക്ക് അനുസരിച്ച് ആ ഒരു സാലറിക്ക് ഈക്വൽ ആയിട്ടുള്ള ഒരു എഫേർട്ടോ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു വർക്ക് ആ പ്രൊഫഷണൽ ചെയ്തിരിക്കണം. ഇപ്പോൾ 10,000 രൂപ ഒരു ഓർഗനൈസേഷന് കിട്ടുന്നുണ്ട്, എന്നിട്ടും 5,000 രൂപയുടെ അത്ര അധികം പണിയൊന്നും ചെയ്യണില്ല. അങ്ങനെയൊന്നും പാടില്ല. നമുക്ക് എത്രയാണോ കിട്ടുന്ന സാലറി അതിന് ഈക്വൽ ആയിട്ടുള്ള ഒരു എന്താ പറയുക എഫേർട്ടോ അല്ലെങ്കിൽ വർക്കോ ഒരു പ്രൊഫഷണൽ എടുക്കണം. ദെൻ 11ാമത്തെ പോയിൻ്റാണ് ഫ്ലെക്സിബിലിറ്റി. ഫ്ലെക്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അതായത് ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ പല ചേഞ്ചസും എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഒരു ഓർഗനൈസേഷനിൽ എപ്പോൾ വേണമെങ്കിലും പല ചേഞ്ചസും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അത് അഡാപ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു പ്രൊഫഷണൽസിന് ഉണ്ടായിരിക്കേണ്ട സ്കില്ലുകൾ. ഓക്കെ, അപ്പോൾ ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ SC ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് വരാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക കേട്ടോ. ദെൻ നമുക്ക് അടുത്ത് നോക്കേണ്ട ടോപ്പിക്കാണ് പ്രൊഫഷണലിസം ഇൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഈസ് എ വൈറ്റൽ പാർട്ട് ഓഫ് അവർ ഡെയിലി റൂട്ടീൻസ്. ഇപ്പോൾ ഒരു പ്രൊഫഷണൽസിൻ്റെ കാര്യത്തിലായാലും ഈ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഏറ്റവും വൈറ്റലായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്.
Experts tell us that 70 to 80% of our working time is spent in some kind of communication. ഇപ്പോൾ ഏതൊരു പ്രൊഫഷണൽസിൻ്റെ ആയാലും അവരുടെ വർക്കിംഗ് ടൈമിൻ്റെ 70-80% അവർ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ആ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അതൊന്നും അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി അതിൽ 3 ടൈപ്പ് കമ്മ്യൂണിക്കേഷനുകൾ പറയുന്നുണ്ട്. അത് ചിലപ്പോൾ 1 വേർഡ് പോലെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്. പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ദെൻ കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇൻറ്ററാക്ഷൻ വിത്ത് പീപ്പിൾ ഹു ആർ നോട്ട് അവർ ഫാമിലി ഓർ ഫ്രണ്ട്സ് അല്ലാതെ മറ്റുള്ള പുറമെയുള്ളവരോട് ഇൻട്രാക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ കാഷ്വൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. ദെൻ 3ാമത്തെ പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിലെ വർക്കേഴ്സിനോട് അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു ഇതിനെയാണ് പ്രൊഫഷണൽ ആൻഡ് ബിസിനസ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അത് ജസ്റ്റ് ഒരു 1 വേർഡ് പോലെ. ഇനി ശരിക്കും പല ടൈപ്പ് കമ്മ്യൂണിക്കേഷനുകൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. അതിലൊന്നാമത്തെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് എക്സാമിന് വരാം. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇൻക്ലൂഡ്സ് ദ എബിലിറ്റി ടു സ്പീക്ക് ഫ്ലുവൻ്റ്ലി ആൻഡ് ടു കമ്മ്യൂണിക്കേറ്റ് ഇൻ എ മാനർ അപ്രോപ്രിയേറ്റ് ഫോർ ദ ഒക്കേഷൻ. അതായത് ഒരു ഒക്കേഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായ രീതിക്ക് നല്ല ഫ്ലുവൻ്റായിട്ട് നല്ല എബിലിറ്റിയോട് കൂടി സ്പീക്ക് ചെയ്യുന്നതിനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുക. അപ്പോൾ അത് 2 മാർക്ക് ചോദിച്ചാൽ അത് എഴുതി വയ്ക്കുക. പിന്നെ ഇറ്റ് ക്യാൻ ബി ദെർഫോർ ഇൻക്ലൂഡ് ബോത്ത് സ്പോക്കൺ ആൻഡ് റിട്ടേൺ കമ്മ്യൂണിക്കേഷൻ. അതായത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഓറൽ കമ്മ്യൂണിക്കേഷനും റിട്ടേൺ കമ്മ്യൂണിക്കേഷനും കൂടുമ്പോഴാണ് അതൊരു വെർബൽ കമ്മ്യൂണിക്കേഷൻ ആകുന്നത്. അപ്പോൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് 2 മാർക്ക് പഠിക്കുക. ഞാൻ അടുത്താണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയാം. ഇപ്പോൾ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്: സോഷ്യൽ നെറ്റ്വർക്കിംഗ്, ഇമെയിലിംഗ്, ബ്ലോഗിംഗ്, ടെക്സ്റ്റിംഗ്, ഇൻ്റർനെറ്റ് കോൺഫറൻസിങ്. അങ്ങനെ ഇൻ്റർനെറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നടത്തുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് നമ്മൾ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്നും പറയാം. അതും 2 മാർക്ക് ക്വസ്റ്റ്യൻ. ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ എന്താണെന്ന് പഠിക്കുക. ദെൻ അടുത്ത പഠിക്കേണ്ടത് ഫാക്ടേഴ്സ് ഓഫ് എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഒരു എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പോകാമെന്ന് വിചാരിക്കുക. ആ ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന ഒരു രീതിക്ക് നമുക്കിത് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു സെമിനാർ പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ ആദ്യം നമ്മൾ എന്താ ചെയ്യുക? വൈഡ് റീഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു സെമിനാറിനെ കുറിച്ച് വായിച്ച് നോക്കും. വൈഡ് റീഡിങ് ഇംപ്രൂവ് വൊക്കാബുലറി ആൻഡ് ഹെൽപ്പ് ടു എക്സ്പ്രസ് ഐഡിയാസ് മോർ ക്ലിയർലി. അതായത് നല്ല രീതിക്ക് ഐഡിയകളെ എക്സ്പ്രസ് ചെയ്യാനും നല്ല ക്ലിയർ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഇത് നമുക്ക് കിട്ടും കൂടുതൽ നമ്മൾ വായിക്കുന്നതിനനുസരിച്ച്. അപ്പോൾ നമ്മൾ ആദ്യം നല്ല രീതിക്ക് എല്ലാ ഭാഗത്തുനിന്നും അതിനെക്കുറിച്ച് കാര്യങ്ങൾ വായിച്ചു നോക്കും. ദെൻ 2ാമത്തെ പ്രിപ്പറേഷൻ. പ്രിപ്പയർഡ് ഫോർ ട്രിക്കി ക്വസ്റ്റ്യൻസ് ടു മേക്ക് എ പ്രസൻറ്റേഷൻ ഇൻട്രസ്റ്റിംഗ്. അതായത് നമ്മൾ എന്ത് ചെയ്യും? പിന്നെ പ്രിപ്പയർ ചെയ്യും. അതായത് നല്ല രീതിക്ക് നല്ല ട്രിക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ വെച്ചിട്ട് നല്ല രീതിക്ക് മറ്റുള്ളവരെ ഇൻട്രസ്റ്റ് ചെയ്യുന്ന രീതിക്ക് നമ്മൾ ആ ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യും. ദെൻ 3ാമത്തെ ലിസൺ കെയർഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർബൽ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവ് ആവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിസണിങ് മോർ ആൻഡ് ടോക്കിംഗ് ലെസ്. അതായത് നമ്മുടെ സംസാരം കുറച്ചിട്ട് മറ്റുള്ളവരുടെ ആ ഒരു വ്യൂ പോയിൻ്റ് അല്ലെങ്കിൽ അവരുടെ ഒരു ഒപ്പീനിയൻ കൂടുതൽ ലിസൺ ചെയ്യുക, മനസ്സിലാക്കുക. അപ്പോൾ നമ്മളൊരു സെമിനാർ നടത്തുകയാണെങ്കിലും മറ്റുള്ളവരുടെ ആ ഒരു ഒപ്പീനിയൻ നമ്മൾ കൂടുതൽ ലിസൺ ചെയ്തിട്ട് നമ്മുടെ സംസാരം കുറച്ചുകൊണ്ട്, അതാണ് ലിസൺ കെയർഫുള്ളി. ദെൻ 4ാമത്തെ ബോഡി ലാംഗ്വേജ്. ഫോർ ക്ലിയർ, ആക്യുറേറ്റ് ആൻഡ് തോട്ട്ഫുൾ കമ്മ്യൂണിക്കേഷൻ വൺ ഷുഡ് മേക്ക് ഷുവർ ദാറ്റ് ഹിസ് വേർഡ്സ്, ടോൺ, ഗെസ്റ്റേഴ്സ്, ഫേഷ്യൽ എക്സ്പ്രഷൻസ് ആൻഡ് ബോഡി ലാംഗ്വേജ് ഗോ വിത്ത് ദി കോൺവെർസേഷൻ. അതായത് നമ്മളൊരു കാര്യം പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് അതിനനുസരിച്ചുള്ള ഫേസിലുള്ള എക്സ്പ്രഷനോട് കൂടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു ടോണിൽ ആ ഒരു ബോഡി ലാംഗ്വേജോട് കൂടിയിട്ട് നമ്മൾ കോൺവെർസേഷൻ നടത്തണം. അതാണ് 4ാമത്തെ പോയിന്റ് പറയുന്നത്. ദെൻ 5ാമത്തെ പോയിന്റ്, തിങ്ക് ഇൻ ടേംസ് ഓഫ് ലിസണേഴ്സ് പെർസ്പെക്റ്റീവ്. അതായത് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ ആരോടാണോ വെർബൽ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് അവരുടെ ആ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അവരുടെ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം അവർക്ക് എന്തായാലും മനസ്സിലാവുമെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യരുത്. അവർക്ക് മനസ്സിലാവണം എന്ന ആ ഒരു ഉദ്ദേശത്തോടു കൂടി അവരുടെ ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് വേണം നമ്മൾ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്.
ദെൻ ആറാമത്തെ പോയിന്റ് സ്പീക്ക് വിത്ത് കോൺഫിഡൻസ്. സ്പീക്ക് വിത്ത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് ഇൻ എ കോൺഫിഡൻറ്റ് മാനർ വിൽ ഹെൽപ്പ് ഇൻ ബിൽഡിംഗ് ട്രസ്റ്റ് ആൻഡ് ഗെറ്റ് ദ റെസ്പെക്ട് ഓഫ് ഓഡിയൻസ്. അതായത് ഓഡിയൻസിന് റെസ്പെക്റ്റ് കിട്ടാൻ അല്ലെങ്കിൽ അവരിൽ ഒരു ട്രസ്റ്റ് വിശ്വാസം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതാണ് ആറാമത്തെ പോയിന്റ്. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സെമിനാർ പ്രസൻറ്റ് ചെയ്യുന്ന കാര്യത്തിലായാലും നമ്മൾ ആ ഒരു രീതിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യണം. ദെൻ ഏഴാമത്തെ പോയിന്റ് ഡെവലപ്പ് സ്കിൽസ്. എ ഗുഡ് കമ്മ്യൂണിക്കേറ്റർ കണ്ടിന്യൂസ്ലി വർക്കിംഗ് ഹാർഡ് ഓൺ ഡെവലപ്പിംഗ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. നമ്മുടെ ആ ഒരു ഗുഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അത് ഡെവലപ്പ് ചെയ്യാനായിട്ട് നോക്കണം. അപ്പോൾ ഇത്രയാണ് ഒരു എഫക്റ്റീവ് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസിൻ്റെ ഫാക്ടേഴ്സ്. ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കുക കേട്ടോ. അടുത്തായിട്ട് നോക്കേണ്ട ഒരു പോർഷനാണ് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ. ചിലപ്പോൾ നമുക്ക് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എന്താണെന്ന് 2 മാർക്ക് ക്വസ്റ്റ്യൻ വരാം. അല്ല 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് വന്നതെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ആ 3 സ്കില്ലുകളും ഒക്കെ പറയുന്നുണ്ട്. അതൊക്കെ വെച്ചിട്ട് 5 മാർക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് രീതിക്ക് ചെയ്താൽ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എന്താണെന്ന് 2 മാർക്ക് ചോദിച്ചാൽ ജസ്റ്റ് ഈ പറയുന്ന 2 ലൈൻ മാത്രം ചെയ്താൽ കേട്ടോ. അപ്പോൾ പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റേഴ്സ് നോട്ട് ഓൺലി നീഡ് ടു ഹാവ് നോളേജ് ഓഫ് ദി ടോപ്പിക് ബീങ് പ്രസൻറ്റഡ്. അതായത് ഒരു പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ആ പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ടോപ്പിക്കിനെ കുറിച്ച് മാത്രം നോളേജ് അല്ലെങ്കിൽ അറിവുണ്ടായാൽ പോരാ. but must also have a strong command of language and the ability to briefly organize and express their thought. അതായത് അവർക്ക് നല്ല രീതിക്ക് അവർ എക്സ്പ്രസ് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾ മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്ക് അല്ലെങ്കിൽ അത് നല്ല രീതിക്ക് ഓർഗനൈസ് ചെയ്യാൻ ആയിട്ടുള്ള ആ ഒരു കഴിവ്, അവരുടെ ആ ഒരു നല്ല ഒരു ലാംഗ്വേജ്, ഇങ്ങനെയുള്ള കാര്യങ്ങളും കൂടി നമ്മളൊരു പ്രസൻറ്റേഷൻ ചെയ്യുമ്പോൾ വേണം. ഇനി ദർ ആർ 3 പ്രൈമറീസ്. അപ്പോൾ എന്താണ് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ ചോദിച്ചാൽ ഇത് എഴുതാം. ദർ ആർ 2 മാർക്ക് ചോദിച്ചാൽ ഇത്ര എഴുതിയാൽ മതി കേട്ടോ. അപ്പോൾ ദർ ആർ 3 പ്രൈമറി സ്കിൽസ് ഇൻ ഗിവിങ് പ്രസൻറ്റേഷൻ. പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ 3 പ്രൈമറി സ്കിൽസുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തെ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, രണ്ടാമത്തെ കണ്ടൻറ്റ്, മൂന്നാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ എന്താണ് നമുക്ക് വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, അതായത് നമ്മൾ ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിരിക്കുന്ന രീതിക്ക് ആ ഒരു എബിലിറ്റിയോട് കൂടി നല്ല ഫ്ലുവൻ്റായിട്ട് സ്പീക്ക് ചെയ്യുക. അങ്ങനെ ഫ്ലുവൻ്റായിട്ട് സ്പീക്ക് ചെയ്തിട്ട് അത് ആ ഓഡിയൻസിന് നല്ല രീതിക്ക് മനസ്സിലാകുന്ന രീതിക്ക് ആ ഒരു പ്രസൻറ്റേഷൻ നടത്തുക, അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകുന്ന രീതിക്ക് നല്ല ഫ്ലുവൻ്റായിട്ട് സ്പീക്ക് ചെയ്യുന്ന അങ്ങനെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലെന്ന് പറയാം. അതിലിപ്പോൾ നമ്മുടെ വോയിസ് ടോണുകൾ, നമ്മുടെ പിച്ചുകൾ, വോളിയം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിൽ ഇൻക്ലൂഡഡ് ആണ്. രണ്ടാമത്തെയാണ് കണ്ടൻറ് എന്ന് പറഞ്ഞാൽ ദി എബിലിറ്റി ടു ഡെലിവർ കണ്ടൻറ് ദാറ്റ് ഈസ് ലോജിക്കലി ഓർഗനൈസ്ഡ് ആൻഡ് ഫ്ലോ ലോജിക്കലി ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് കമ്പോണൻറ്റ് ഓഫ് ഓറൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഇതിൻ്റെ കണ്ടൻറ്റിനെ കുറിച്ച് നല്ല രീതിക്ക് ആ കണ്ടൻറ്റ് നമ്മൾ ഡെലിവർ ചെയ്യുക, അല്ലെങ്കിൽ ലോജിക്കലി ഓർഗനൈസ് ചെയ്യുക, അല്ലെങ്കിൽ നല്ല രീതിക്ക് അത് ഡെലിവർ ചെയ്യുക. അങ്ങനെ നല്ല രീതിക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അത് നമ്മുടെ ഓറൽ കമ്മ്യൂണിക്കേഷൻ്റെ കമ്പോണൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ അതാണ് കണ്ടൻറ്റിൽ വരുന്നത്. മൂന്നാമത്തെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ക്യൂസ് ഇൻ്റർപ്രറ്റഡ് ബൈ ദ ഓഡിയൻസ് ഇൻക്ലൂഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ, ഐ കോണ്ടാക്ട് വിത്ത് ദ ഓഡിയൻസ്, ഗസ്റ്റേഴ്സ് ആൻഡ് ബോഡി ലാംഗ്വേജ്. നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ ആർക്കാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു കൊടുക്കുന്നത് അവരൊക്കെ അവിടെ നമ്മുടെ മുമ്പിലുണ്ടായിരിക്കും. അതിൽ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ നടത്തരുത്. നമ്മുടെ ഐ കോണ്ടാക്റ്റ് ആയാലും നമ്മുടെ ഫേസിലെ എക്സ്പ്രഷൻ ആയാലും എല്ലാം നമ്മൾ എല്ലാ ഭാഗത്തേക്കും ഫോക്കസ് ചെയ്തുകൊണ്ടായിരിക്കണം നടത്തേണ്ടത്. അതാണ് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രൊഫഷണൽ പ്രസൻറ്റേഷനെ കുറിച്ച് 5 മാർക്ക് ചോദിച്ചാൽ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എഴുതുക. എന്താണ് പ്രൊഫഷണൽ പ്രസൻറ്റേഷൻ ചോദിച്ചാൽ നേരത്തെ പറഞ്ഞ ഒരു 2-3 ലൈൻ എഴുതുക കേട്ടോ. ദെൻ ഓർഗനൈസേഷൻ ഓഫ് പ്രസൻറ്റേഷൻ, അതായത് ഒരു ഗുഡ് പ്രസൻറ്റേഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം, 4 പോയിന്റ് പറയുന്നുണ്ട്. ഒന്നാമത്തെ അതിൽ ഒരു ഗുഡ് പ്രസൻറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിലുണ്ടായിരിക്കേണ്ട ഫസ്റ്റ് കാര്യമാണ് ഇൻട്രൊഡക്ഷൻ. നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്കിനെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അതിലുണ്ടായിരിക്കണം. നമ്മൾ എന്താണോ
പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ടോപ്പിക്ക്, അതിൻ്റെ ഐഡിയ, അതിൻ്റെ സ്കോപ്പ്, ഇതൊക്കെ കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പക്ഷേ ഇൻട്രൊഡക്ഷൻ ഷുഡ് നോട്ട് എക്സീഡ് അബൌട്ട് 1/10 ഓഫ് ദ ലെങ്ത് ഓഫ് എ പ്രസൻറ്റേഷൻ. നമ്മുടെ ആ ഒരു പ്രസൻറ്റേഷൻ്റെ 10ൽ ഒരു ഭാഗത്തിനേക്കാട്ടും, ആ 10ൽ ഒരു ഭാഗം എന്ന് പറയില്ലേ, അതിനേക്കാട്ടും കൂടാനായിട്ട് പാടില്ല ഇൻട്രൊഡക്ഷൻ. ദെൻ രണ്ടാമതുണ്ടായിരിക്കേണ്ട കാര്യമാണ് ബോഡി. ദ ബോഡി കണ്ടെയ്ൻ എ മെറ്റീരിയൽ സപ്പോർട്ടീവ് ടു എ പ്രസൻറ്റേഷൻ. അതായത് ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു മെറ്റീരിയൽ സപ്പോർട്ടീവ് ആണ് നമ്മുടെ ആ ബോഡിയിൽ ഉണ്ടായിരിക്കുക. ഓക്കെ, നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ടോപ്പിക്കിൻ്റെ മെറ്റീരിയൽ സപ്പോർട്ടീവ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും ബോഡിയിൽ ഉണ്ടായിരിക്കുക. അങ്ങനെ ഒരു ബോഡി ഉണ്ടായിരിക്കണം നമ്മുടെ ഒരു ഗുഡ് പ്രസൻറ്റേഷനിൽ. ദെൻ മൂന്നാമത്തെ സമ്മറി. ജനറലി ഓഡിയൻസ് പേ ക്ലോസസ്റ്റ് അറ്റൻഷൻ അറ്റ് 2 സ്റ്റേജസ് ഇൻ എ പ്രസൻറ്റേഷൻ. ഒരു പ്രസൻറ്റേഷനിൽ ഓഡിയൻസ് കൂടുതലും ശ്രദ്ധിച്ചിരിക്കുന്ന 2 ഭാഗങ്ങളാണ്. ഒന്ന് ഇൻട്രൊഡക്ഷനും രണ്ടാമത്തെ സമ്മറിയുടെ ഭാഗം, സമ്മേഷൻ. അതായത് ഒന്നാമത്തെ ഇൻട്രൊഡക്ഷൻ്റെ ഭാഗത്തും സമ്മേഷൻ്റെ ഭാഗത്തായിരിക്കും കൂടുതൽ ഓഡിയൻസ് അത് ശ്രദ്ധിച്ചിരിക്കുക. ഇറ്റ് ഷുഡ് ഇൻക്ലൂഡ് ഓൺലി ദ ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ദാറ്റ് ദ ഓഡിയൻസ് വാണ്ട് ടു റിമെമ്പർ. അതായത് ഓഡിയൻസിന് ഓർമ്മയിൽ നിൽക്കേണ്ട ആ ഒരു ക്രിട്ടിക്കൽ പോയിൻറ്റ്സ് ആയിരിക്കണം നമ്മൾ ആ ഒരു സമ്മറിയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. ദെൻ നാലാമത്തെ പോയിൻ്റാണ് വിഷ്വൽ എയ്ഡ്സ്. വിഷ്വൽ എയ്ഡ്സ് ആർ വെരി എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ടൂൾസ് ആൻഡ് ആർ എസെൻഷ്യൽ ഇൻ എവരി പ്രസൻറ്റേഷൻ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ എന്താ പറയുക, നമ്മൾ കമ്പ്യൂട്ടറിലൊക്കെ എന്തെങ്കിലും സ്ക്രീനിൽ കാണിച്ചിട്ടൊക്കെ പ്രസൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് വഴിക്ക് അവർക്ക് ആ കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവ്, അതായത് മനസ്സിലാക്കാനായിട്ട് കൂടുതൽ അവർക്ക് ആ കാര്യം മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ അതിനൊക്കെ അത്യാവശ്യമായിട്ടുള്ള ഒരു ടൂളാണ് ഈ വിഷ്വൽ എയ്ഡ്സ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നല്ല രീതിക്ക് പ്രസൻറ്റ് ചെയ്യുമ്പോൾ എ ഗുഡ് പ്രസൻറ്റേഷൻ ഷുഡ് ഓർഗനൈസ് ഇൻ ദ ഫോളോയിങ് വേ. അതായത് ഒരു നല്ല പ്രസൻറ്റേഷൻ നടത്തേണ്ടത് ഇങ്ങനെയാണ്. ആദ്യം അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം, പിന്നെ ബോഡി വേണം, പിന്നെ സമ്മറി വേണം, ദെൻ ലാസ്റ്റ് വിഷ്വൽ എയ്ഡ്സും കൂടിയും വേണം. ഓക്കെ, അപ്പോൾ അതും നന്നായിട്ട് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു ഗുഡ് പ്രസൻറ്റേഷൻ ഉണ്ടായിരിക്കേണ്ട, അല്ലെങ്കിൽ ഗുഡ് പ്രസൻറ്റേഷൻ എങ്ങനെ ഓർഗനൈസ് ചെയ്യണം എന്നൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ വരാം, അതും പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത ടോപ്പിക്കാണ് പ്രസൻറ്റേഷൻ ടെക്നിക്സ്. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്, 5 മാർക്ക്. അതായത് കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പ്രസൻറ്റേഷൻ ടെക്നിക്കുകളാണ് പ്രൊഫഷണൽസ് യൂസ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഗ്യാദർ ഇൻഫോർമേഷൻ. ഗ്യാദർ ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ടെൽ അതർ പീപ്പിൾ എബൌട്ട് ദ ടോപ്പിക് ചോസൺ ആൻഡ് ആസ്ക് ദെം വാട്ട് ദേ വാണ്ട് ടു ഹിയർ എബൌട്ട് ദി സബ്ജക്റ്റ്. ആദ്യം നമ്മൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ടെക്നിക്കുകളെ കുറിച്ചുള്ള ഇൻഫോർമേഷനുകൾ നമ്മൾ കളക്ട് ചെയ്യും. ഏതൊക്കെ ടെക്നിക്കുകളാണ് അത് മറ്റുള്ളവർക്ക് ആവശ്യം, അതിനനുസരിച്ചുള്ള കാര്യങ്ങളും ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്യുക, ഗ്യാദർ ചെയ്യുക. രണ്ടാമത്തെ റൈറ്റ് ഡൗൺ മെയിൻ ഐഡിയാസ്. സ്പീക്കർ ഹാസ് ടു റൈറ്റ് ഡൗൺ ഹിസ് മെയിൻ ഐഡിയാസ് ഇൻ ഔട്ട്ലൈൻ ഫോർമാറ്റ്. ഇത് ഈ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കുന്ന ആ ഒരു സ്പീക്കർ ആ പ്രസൻറ്റേഷനെ കുറിച്ചുള്ള മെയിൻ ഐഡിയാസ് ഒരു ഔട്ട്ലൈൻ ഫോർമാറ്റ് പോലെ എഴുതി വയ്ക്കും. മൂന്നാമത്തെ ഡെവലപ്പ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ദ നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ഓഫ് പ്രസൻറ്റേഷൻ ഈസ് ഡെവലപ്പ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ആൻഡ് കൺക്ലൂഷൻ. ഒരു പ്രസൻറ്റേഷൻ നമ്മൾ ചെയ്യാൻ പോകുന്നതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഫാക്ടേഴ്സാണ്. ഒന്ന് ഇൻട്രൊഡക്ഷനും മറ്റൊന്ന് പ്രസൻറ്റേഷനും. ഇൻട്രൊഡക്ഷൻ മസ്റ്റ് പ്രസൻറ്റ് ദ ടോപ്പിക് ആൻഡ് അട്രാക്റ്റ് ഓഡിയൻസ്. ഇൻട്രൊഡക്ഷൻ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്താ പറയുക, ഓഡിയൻസിനെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ആ ഒരു ടോപ്പിക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അങ്ങനെയാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ കൂടെ പ്രസൻറ്റ് ചെയ്യുക. ഇപ്പോൾ സ്റ്റോറികൾ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ കൊട്ടേഷനോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. Conclusion, he has to summarize the content and leave the rest to audience with something about which to think upon to the act. Conclusion എന്ന് പറഞ്ഞാൽ അതിൽ ആ നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഒരു പ്രസൻറ്റേഷൻ്റെ ഒരു കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൺക്ലൂഷനിൽ ഉണ്ടായിരിക്കുക. മൂന്നാമത്തെ പ്രാക്ടീസ് ദ സ്പീച്ച്. ഇപ്പോൾ നമ്മൾ ഏതൊരു കാര്യം അവതരിപ്പിക്കാൻ പോകുന്നതിന് മുമ്പായാലും, ഇപ്പോൾ ഇവിടെ പ്രസൻറ്റേഷൻ നടത്താൻ പോകുന്നതിന് മുമ്പായാലും നമ്മൾ ആ ഒരു സ്പീച്ച് നമ്മൾ സെവറൽ ടൈംസ് അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പറയാനായിട്ട് അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ദെൻ 5ാമത്തെ പോയിൻ്റ് ഡെലിവറി സ്റ്റൈൽ. പലരും പല രീതിക്കായിരിക്കും ഡെലിവറി സ്റ്റൈൽ നടത്തുക. അപ്പോൾ അതായത് ചിലവർ ഡ്രാമറ്റിക് ആയിട്ടുള്ള എക്സാമ്പിൾ പറഞ്ഞുകൊണ്ടാവാം, അല്ലെങ്കിൽ സ്റ്റോറികൾ കഥകൾ പറഞ്ഞുകൊണ്ടോ, ഹ്യൂമർ തമാശകൾ പറഞ്ഞുകൊണ്ടോ, അങ്ങനെ ഏത് വഴിക്കാണോ ഓഡിയൻസിൻ്റെ അറ്റൻഷൻ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് ആ രീതിക്ക് ആ ഒരു സ്റ്റൈലിൽ പല രീതിക്കും നമുക്ക് ഡെലിവറി ചെയ്യാം. ദെൻ 6ാമത്തെ യൂസ് ഓഫ് ദി പോഡിയം.
പോഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും പ്രസംഗിക്കാൻ ചെല്ലുമ്പോൾ ഒരു മൈക്ക്, ഒരു ടേബിൾ വലിയ ഇതുപോലെ അതിൻ്റെ അവിടെ ഒരു മൈക്ക് പോലെ കണ്ടിട്ടില്ലേ, അതിനെയാണ് പോഡിയം എന്ന് പറയുക. അങ്ങനെയുള്ള പോഡിയംസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കൂടുതൽ നല്ലതായിരിക്കും, അത് പ്രസൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് കൂടുതൽ നല്ലതായിരിക്കും. ദെൻ 7ാമത്തെ ലെങ്ത് ഓഫ് ഡെലിവറി. ഇപ്പം നമ്മളൊരു പ്രസൻറ്റേഷൻ നടത്തുമ്പോൾ അത് നമ്മൾ എത്ര സമയം ഉണ്ടാകും എന്ന് നമ്മൾ മുൻകൂട്ടി നമ്മൾക്ക് അതിനെക്കുറിച്ചുള്ള ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു കാര്യം പ്രസൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് മുൻകൂട്ടി അറിയണം. നമ്മൾ എത്ര മണിക്കൂർ അല്ലെങ്കിൽ എത്ര സമയം ഇത് പ്രസൻറ്റ് ചെയ്യും എന്നൊരു മുൻകൂട്ടിയുള്ള അറിവ് നമുക്ക് വേണം. ആ ഒരു പ്രസൻറ്റേഷൻ കഴിഞ്ഞ് ഒരു 15-30 മിനിറ്റൊക്കെ അത് കേട്ടിരുന്ന ഓഡിയൻസിന് ക്വസ്റ്റ്യൻ ചോദിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് അനുവദിക്കണം. 8ാമത്തെ ഐ കോണ്ടാക്റ്റ്. ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തി എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടത്തുന്ന സമയത്ത് ഓഡിയൻസിൻ്റെ എല്ലാവരുടെയും അടുത്തേക്ക് ആ ഒരു ഐ കോണ്ടാക്റ്റ് എത്തണം. അല്ലാതെ ഒരു വ്യക്തിയെ 1-2 വ്യക്തികളെ മാത്രം ആയിട്ട് ഫോക്കസ് ചെയ്തിട്ട് കാര്യമില്ല. ഒരുവിധം എല്ലാ ഓഡിയൻസിൻ്റെ അടുത്ത് നമ്മുടെ ആ ഒരു ഐ കോണ്ടാക്റ്റ് എത്തണം. 9ാമത്തെ പോയിൻ്റാണ് വോയിസ്. എ ഗുഡ് സ്പീക്കിംഗ് വോയിസ് ഈസ് നാച്ചുറൽ ആൻഡ് റിഫ്ലക്ട് ദി സ്പീക്കേഴ്സ് പേഴ്സണാലിറ്റി, സിൻസിയാരിറ്റി. അതായത് ഇപ്പോൾ ഒരാൾ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുക അല്ലെങ്കിൽ എന്തെങ്കിലും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസിൽ നിന്ന് തന്നെ ഓഡിയൻസിന് അദ്ദേഹത്തിൻ്റെ ആ ഒരു സിൻസിയാരിറ്റിയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നതാവണം. അപ്പോൾ ആ ഒരു രീതിക്കാവണം പ്രസൻറ്റ് ചെയ്യേണ്ടത്. ദെൻ 10ാമത്തെ സ്പീക്ക് കാംലി എന്ന് പറഞ്ഞാൽ അധികം സ്പീഡൊന്നും ഇല്ലാതെ നല്ല കാമായിട്ട് ശാന്തതയോട് കൂടിയിട്ട് ആ ഓഡിയൻസിനെ മനസ്സിലാകുന്ന രീതിക്കായിരിക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കേണ്ടത്. ദെൻ 11ാമത്തെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് എല്ലാം പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒരു Q&A സെഷൻ വെക്കണം. അതായത് ഓഡിയൻസിന് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനുകളും അതിനനുസരിച്ച് ആ പ്രസൻറ്റ് ചെയ്ത ആ വ്യക്തിയുടെ ആൻസറുകളും അങ്ങനെ ഒരു Q&A സെഷനും കൂടി വെക്കണം. അപ്പോൾ ഇത്രയാണ് ബിസിനസ് പീപ്പിൾസ് അവരുടെ കമ്മ്യൂണിക്കേഷൻ നല്ല എഫക്റ്റീവായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന പ്രസൻറ്റേഷൻ ടെക്നിക്കുകൾ. ഇത് 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു പോർഷനാണ് ഇമെയിൽ എന്താണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമെയിൽ ഈസ് ദ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ടൂൾ ഫോർ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ അറ്റ് ദി വർക്ക് പ്ലേസ്. അതായത് വർക്ക് പ്ലേസിലെ ബിസിനസ് കമ്മ്യൂണിക്കേഷൻ ഏറ്റവും സ്പീഡായിട്ട് അതായത് ഏറ്റവും നല്ല രീതിക്ക് നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളിനെയാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ആൻഡ് ഇമെയിൽ അഡ്രസ് ഈസ് റിക്വയർഡ് ടു റിസീവ് മെയിൽ ആൻഡ് ദാറ്റ് അഡ്രസ് ഈസ് യുണീക്ക് ടു ദ യൂസർ. ഒരു ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുമ്പോൾ ആ അഡ്രസ്സ് വെച്ചിട്ട് നമുക്ക് ഇമെയിലുകൾ റിസീവ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ആ ഒരു ഇമെയിൽ അഡ്രസ്സ് എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. ഓരോരുത്തർക്കും ഓരോ ഇമെയിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താണ് ഇമെയിൽ എന്ന് പഠിക്കുക. പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജസ് അതൊന്നെങ്കിൽ നമുക്ക് 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം, അപ്പോൾ അല്ലെങ്കിൽ essay ക്വസ്റ്റ്യൻ ആയിട്ടും വരാം. അപ്പോൾ അതിൽ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ പോയിൻ്റാണ് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ ഫാസ്റ്റസ്റ്റ് വേ ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് ആൻ ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ടു എ ക്ലയൻറ്റ് ഓർ ബിസിനസ് അസോസിയേറ്റ് ഹു ഈസ് ലൊക്കേറ്റഡ് തൗസൻഡ്സ് ഓഫ് മൈൽസ്. അതായത് ഒരു 1000 മൈൽ ദൂരെയുള്ള ആൾക്കായാൽ പോലും പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എന്താ പറയുക മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേ അല്ലെങ്കിൽ ഒരു വഴീനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വേനെയാണ് നമ്മൾ ഇമെയിൽ എന്ന് പറയുക. അതാണ് ഫാസ്റ്റ് ക്ലയൻറ്റ് കമ്മ്യൂണിക്കേഷനിൽ പറയുന്നത്. ദെൻ അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. ദ ഇൻക്രീസ്ഡ് യൂസ് ഓഫ് ഇമെയിൽ ഹാസ് റിസൾട്ടഡ് ഇൻ ബിസിനസ് പീപ്പിൾ റിസീവിങ് ഹൺഡ്രഡ്സ് ഓഫ് ഇമെയിൽസ് എവറി ഡേ. ദെൻ 2ാമത്തെ പോയിൻ്റ് അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റി. അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്താ പറയുക നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ ഇമെയിൽ സെൻഡ് ചെയ്യുക. നമ്മളിപ്പോൾ ഒരുപാട് ഇമെയിലുകൾ ഒരു ബിസിനസ്സിലേക്ക് സെൻഡ് ചെയ്യുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ബിസിനസ്സിലേക്ക് ഒരുപാട് ഇമെയിലുകൾ വരികയാണെങ്കിലും അത് ഓരോ ഫോൾഡറിലാക്കി വെക്കാനുള്ള കുറേ സിസ്റ്റമുകളും കാര്യങ്ങളും നമുക്ക് ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ആ ഒരു അവൈലബിലിറ്റി ഇപ്പോഴും ഉണ്ട്. അതോടൊപ്പം തന്നെ ഇമെയിൽ സെൻഡ് ചെയ്യാനുള്ള ഒരു സെൽഫോണും കാര്യങ്ങളും കൂടി നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ട്. അതാണ് അവൈലബിലിറ്റി ആൻഡ് പോർട്ടബിലിറ്റിയിൽ പറയുന്നത്. ദെൻ 3ാമത്തെ പോയിൻ്റ് റെഡ്യൂസസ് ഷിപ്പിംഗ് ആൻഡ് മെയിലിംഗ് കോസ്റ്റ്. അതായത് ഈ ഒരു ഇമെയിൽ യൂസ് ചെയ്യുന്നത് വഴിക്ക് കോസ്റ്റ് ഓഫ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഇമെയിൽ ഈസ് ഫ്രീ. അതായത് നമുക്ക് എന്താ പറയുക മെയിലിംഗ് കോസ്റ്റ് ഒന്നും വരുന്നില്ല. അതോടൊപ്പം തന്നെ വി ക്യാൻ സെൻഡ് ആസ് മെനി മെസ്സേജസ്
files, videos, documents and presentation as we want without having to pay anything. നമുക്ക് ഒരുപാട് മെസ്സേജുകളും ഫയലുകളും കാര്യങ്ങളൊക്കെ ഒരു പൈസ ചിലവില്ലാതെ, അതായത് ഷിപ്പിംഗ് ഫീയോ മറ്റുള്ള ഒരു ഫീയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ സെൻഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇമെയിലിൻ്റെ അഡ്വാൻറ്റേജസ്. ദെൻ ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസിൽ ഫസ്റ്റ് പറയുന്നത് വൾണറബിലിറ്റി ടു ലോസ്. വൾണറബിലിറ്റി ടു ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏതൊരു കാര്യമായാലും അതിനൊന്നും അത്ര സേഫ് ഇല്ല. അതെപ്പോൾ വേണമെങ്കിലും ഹാക്ക് ചെയ്യോ അല്ലെങ്കിൽ ഡെസ്ട്രോയ് ആയി പോവോ, അങ്ങനെ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് ആയാലും എന്തായാലും അത് ഡെസ്ട്രോയ് ആയി പോവാനോ അല്ലെങ്കിൽ ഹാക്കായി പോവാനോ ഒക്കെ കൂടുതൽ ചാൻസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് പോയിന്റ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ആക്സസിബിൾ ടു അതേഴ്സ്. ഇമെയിൽ കനോട്ട് ബി കൺസിഡേർഡ് ടു ബി പ്രൈവറ്റ്. നമുക്ക് ഇമെയിൽ ഒരിക്കലും പ്രൈവറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോയിന്റ് പോലെ തന്നെ അത് എപ്പോൾ വേണമെങ്കിലും ഹാക്കാവും മറ്റുള്ളവരുടെ കയ്യിൽ എത്തുകയോ ചെയ്യുന്നത് കൊണ്ട്, എത്താനോ സാധ്യതയുള്ളത് കൊണ്ട് നമുക്കതിനൊരിക്കലും പ്രൈവറ്റായിട്ട് കരുതി വെക്കാനായിട്ട് പറ്റില്ല. ദെൻ മൂന്നാമത്തെ പോയിന്റ് ഡിഫിക്കൾട്ട് ടു ഇൻ്റർപ്രറ്റ് ഇമോഷൻസ്. എ ഡിസഡ്വാൻറ്റേജ് ഓഫ് ഇമെയിൽ ഈസ് ദാറ്റ് പീപ്പിൾ ടെൻ ടു ട്രീറ്റ് ഇറ്റ് ലൈക്ക് എ കോൺവെർസേഷൻ ബിക്കോസ് ഇമെയിൽ ക്യാൻ ഹാപ്പൻ സോ ക്വിക്ക്ലി. നമ്മൾ നേരിട്ട് കണ്ട് കോൺവെർസേഷൻ നടത്തുമ്പോൾ നമ്മുടെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ അതിൽ കൂടെ രണ്ടുപേരുടെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇമെയിൽ വഴിക്ക് നമ്മളൊരു മെസ്സേജോ കാര്യങ്ങളോ ചെയ്യുമ്പോൾ നമ്മുടെ ആ ഒരു ഇമോഷൻസും കാര്യങ്ങളൊക്കെ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ വളരെയധികം ഡിഫിക്കൽട്ടാണ്. അപ്പോൾ ഇത്രയാണ് ഇമെയിലിൻ്റെ ഡിസഡ്വാൻറ്റേജസ്. ഇതും 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഇമെയിലിനെ കുറിച്ച് ഒരു എസ്സേ പോലെ വരാം. അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, എന്താണ് ഇമെയിൽ, സിഗ്നിഫിക്കൻസ്, അങ്ങനെയൊക്കെ. ദെൻ അടുത്തത് ഇമെയിലിൻ്റെ സിഗ്നിഫിക്കൻസ് നോക്കാം. അപ്പോൾ സിഗ്നിഫിക്കൻസ് ഓഫ് ഇമെയിൽ ഇൻ ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമെയിലിന് ബിസിനസ്സിൽ എന്തൊക്കെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെ പ്രാധാന്യങ്ങളുണ്ട്. ഒന്നാമത്തെ ഈസി ആൻഡ് ഫാസ്റ്റ്. ഈസി ആൻഡ് ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പെട്ടെന്ന് നമുക്ക് എന്താ പറയുക മെസ്സേജുകളോ മെയിലുകളോ സെൻഡ് ചെയ്യാനും അത് റിസീവ് ചെയ്യാനും പറ്റുന്ന ഒരു വേ ആണ് ഇമെയിൽ എന്ന് പറയുന്നത്. ഇമെയിൽ ഈസ് യൂസ്ഫുൾ ഫോർ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ ആയാലും രണ്ടിനും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ പോയിന്റ് ഈസി റിട്രൈവൽ. ഇമെയിൽ മെസ്സേജസ് റിമെയിൻ ആസ് സച്ച് ഇൻ യൂസേഴ്സ് ഇൻബോക്സ് അൺലെസ് ഇറ്റ് ഡെലിബറേറ്റ്ലി ഡിലീറ്റഡ്. ഇപ്പോൾ നമ്മൾ ഇമെയിൽ അയക്കുമ്പോൾ അത് അയച്ചു കൊടുക്കുന്ന വ്യക്തിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അദ്ദേഹത്തിന് അത് ഫോൾഡറിൽ സേവ് ചെയ്ത് വെക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിലീറ്റ് ചെയ്ത് കളയാം. അപ്പോൾ അതിനും ബിസിനസ്സിൽ യൂസ്ഫുൾ ആണ് ഇമെയിൽ. അതാണ് സെക്കൻഡ് പോയിന്റ്. ദെൻ തേർഡ് പോയിന്റ് എക്കണോമിക്കൽ. ഇമെയിൽ ഈസ് വൺ ഓഫ് ദ ചീപ്പസ്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഫോർ ബിസിനസ്. ബിസിനസ്സിന് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൽ ഏറ്റവും ചീപ്പസ്റ്റ് വേ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൈസയുടെ ആ ഒരു ചിലവ് വളരെയധികം കുറവുള്ളൊരു പ്രോസസ്സാണ് ഇമെയിൽ എന്ന് പറയുന്നത്. ദ ഓവർഹെഡ് കോസ്റ്റ് ഓഫ് മെയിൻറ്റെയിൻ എ ഡെഡിക്കേറ്റ് ഇമെയിൽ സെർവർ ഈസ് റിലേറ്റീവ്ലി ലോ. അതായത് ഒരു ഡെഡിക്കേറ്റഡ് ഇമെയിൽ സെർവറിൻ്റെ മെയിൻറ്റെയിനിങ് കോസ്റ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഓവർഹെഡ് കോസ്റ്റ് ഒക്കെ വളരെയധികം കുറവാണ്. ദെൻ നാലാമത്തെ പോയിന്റ് മാർക്കറ്റിംഗ്. ഇമെയിൽ ഈസ് മച്ച് യൂസ്ഫുൾ ഫോർ കമ്പനീസ് ടു എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ് ഇൻഫോർമേഷൻ അബൌട്ട് ദെയർ പ്രൊഡക്റ്റ് ആൻഡ് സർവീസ്. ആ ബിസിനസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ അതിൻ്റെ സർവീസസ് ഒക്കെ അതിനെക്കുറിച്ച് നല്ല എഫിഷ്യൻ്റായിട്ട് അല്ലെങ്കിൽ എഫക്റ്റീവ്ലി മറ്റുള്ളവരിലേക്ക് ഇൻഫോർമേഷനുകൾ എത്തിച്ചു കൊടുക്കാനായിട്ട് ഇമെയിൽ ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി. പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി എന്ന് നേരത്തെ നമ്മൾ പറഞ്ഞു ഇമെയിൽ അത്ര പ്രൈവറ്റ് ഒന്നല്ല എന്ന്. പക്ഷേ ഈ ഒരു ബിസിനസ്സിൻ്റെ കേസിൽ അതൊരു 1-to-1 കമ്മ്യൂണിക്കേഷൻ ആയതുകൊണ്ട് തന്നെ ഇമെയിൽ ബിസിനസ് പ്രൊഫഷണൽസിന് പ്രൈവറ്റ് ആണെന്നാണ് പറയുന്നത്. ദെൻ ആറാമത്തെ പോയിന്റ് സെക്യൂരിറ്റി. അതായത് ഇപ്പം നമുക്ക് ഹാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതും അധികം ഹാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള സെക്യൂർ പ്രോട്ടോക്കോളുകളും അതിൻ്റേതായ സെക്യൂരിറ്റി കോഡും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അത് ആ ഇമെയിൽ എന്ന് പറയുന്നത് സെക്യൂർ ആണ് ബിസിനസ് പ്രൊഫഷണൽസിൻ്റെ കേസിൽ. ദെൻ ഏഴാമത്തെ പോയിന്റ് ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ. അതായത് ഇപ്പോൾ ഇമെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ്റെ അകത്തുള്ള സബോർഡിനേറ്റും സുപ്പീരിയേഴ്സിനായാലും മറ്റാർക്കായാലും ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എന്തെങ്കിലും മെസ്സേജുകളോ കാര്യങ്ങളോ ഒക്കെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് ഇമെയിൽ എന്ന് പറയുന്നത്. പിന്നെ എട്ടാമത്തെ വർക്ക് ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു മെസ്സേജുകൾ ഒരു ഗ്രൂപ്പിലേക്ക് അയക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഗ്രൂപ്പിലേക്ക് ആ ഒരു മെയിൽ അയക്കാനായിട്ട്, അതായത് ആ ഒരു ഗ്രൂപ്പിന് മൊത്തം കിട്ടുന്ന രീതിക്ക് ആ ഒരു മെയിൽ അയക്കാനായിട്ടൊക്കെ പറ്റും.
അതാണ് വർക്ക് ഗ്രൂപ്പിൽ പറയുന്നത്. ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രൂപ്പ്, നമുക്ക് ആർക്കാണ് അയച്ചു കൊടുക്കേണ്ട ആ ഒരു സ്പെസിഫിക് ഗ്രൂപ്പിന് നമുക്ക് ആ ഒരു മെയിൽ അയച്ചു കൊടുക്കാം. ദെൻ 9ാമത്തെ പോയിന്റ് ഓൾട്ടർനേറ്റീവ് മീൻസ് ഓഫ് ഫിസിക്കൽ ഡോക്യുമെൻറ്റേഷൻ. അതായത് ഇപ്പം എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ പിന്നീട് വന്നു കഴിഞ്ഞാൽ കോടതിക്ക് തെളിവ് പ്രൂഫായിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റുന്ന ഒന്നാണ് ഇമെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ബിസിനസ്സിലുള്ള ഇമെയിലിൻ്റെ ഇമ്പോർട്ടൻസ്. 5 മാർക്ക് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യനോ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അതിൽ നോക്കേണ്ട അടുത്ത ഒരു ക്വസ്റ്റ്യനാണ് ഇമെയിൽ എറ്റിക്വറ്റ് എന്താണ്. 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇമെയിൽ എറ്റിക്വറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമെയിൽ എറ്റിക്വറ്റ് റെഫേഴ്സ് ടു ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ ദാറ്റ് വൺ ഷുഡ് യൂസ് വെൻ റൈറ്റിംഗ് ഓർ ആൻസറിങ് ഇമെയിൽ മെസ്സേജസ്. ഇപ്പം നമ്മളൊരാൾക്കൊരു ഇമെയിൽ അയക്കുകയാണ്, അല്ലെങ്കിൽ നമുക്കും ഒരാൾ ഇമെയിൽ അയച്ചിട്ട് നമ്മളതിന് റിപ്ലൈ കൊടുക്കുമ്പോൾ അതിൻ്റേതായ ഒരു ബിഹേവിയർ കീപ്പ് ചെയ്തുകൊണ്ട് ആ ഒരു ബിഹേവിയറിൻ്റെ പ്രിൻസിപ്പിൾ പ്രകാരമായിരിക്കണം നമ്മൾ ആ ഇമെയിലിന് റിപ്ലൈ കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ഇമെയിൽ സെൻഡ് ചെയ്യേണ്ടത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ കോഡ് ഓഫ് കണ്ടക്ട് ഫോർ ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ. ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കോഡ് ഓഫ് കണ്ടക്റ്റിനെയാണ് നമ്മൾ ഇമെയിൽ എറ്റിക്വറ്റ് എന്ന് പറയുക. അത് 2 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം. ദെൻ നമുക്കിനി അതിൽ അടുത്ത നോക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്താണ്. ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു ഫോൺ മേടിക്കുകയെന്ന് വിചാരിക്കുക. ഫോൺ മേടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫോണിൻ്റെ ആ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ആ ഫോണിനെ കുറിച്ച് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതിലത്തെ ഓരോ ആപ്പുകളുടെയും കാര്യങ്ങളുടെയും ഒക്കെയുള്ള ഡീറ്റെയിൽസ്, അതിൻ്റെ എന്തൊക്കെ ഇതുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ഫോൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊക്കെയുള്ള കുറേ ഒരു മാനുവൽ നമുക്ക് കിട്ടില്ലേ, ഒരു ലിസ്റ്റ് പോലെ. ആ ഒരു മാനുവലിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുക. They present specific information and know how needed to develop. നമ്മളത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, അതെങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, മെയിൻറ്റെയിൻ ഓർ യൂസ് ഓഫ് എ ഫോം ഓഫ് ടെക്നോളജി, അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടെക്നോളജീസ് കാര്യങ്ങൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ ടെക്നിക്കൽ ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ കുറച്ച് ടൈപ്സുകൾ പറയുന്നുണ്ട്, അതൊന്ന് ജസ്റ്റ് ആ പേരുകൾ പഠിച്ചു വയ്ക്കുക. ടെൻഡേഴ്സ്, ഏജൻറ്റ് കോൺട്രാക്റ്റുകൾ, ലീസസ്, സ്റ്റാഫ് നീഡഡ് ഫോർകാസ്റ്റ്, ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്, അത് ജസ്റ്റ് ആ പേരുകളൊന്ന് പഠിച്ചു വയ്ക്കുക. ദെൻ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡോക്യുമെൻറ്റേഷൻ. ഒരു ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ട എന്തൊക്കെ സ്റ്റാൻഡേർഡുകളാണ് കീപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ്. ഒന്നാമത്തെ ക്ലാരിറ്റി. നമ്മളൊരു ഡോക്യുമെൻറ്റേഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ക്ലാരിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു കാര്യമായിരിക്കണം. രണ്ടാമത്തെ സിമ്പിൾ ലാംഗ്വേജസ്. അതായത് ഇപ്പോൾ ഒരു ഡോക്യുമെൻറ്റേഷനിൽ മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്കുള്ള സിമ്പിൾ ലാംഗ്വേജസ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മൂന്നാമത്തെ അവോയ്ഡ് ജാർഗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് മനസ്സിലാകാത്ത രീതിക്കുള്ള പദപ്രയോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും നമ്മൾ ഡോക്യുമെൻറ്റേഷനിൽ യൂസ് ചെയ്യാനായിട്ട് പാടില്ല. നാലാമത്തെ ഇൻഡെക്സിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് നമ്മൾ ആ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ഡോക്യുമെൻറ്റിലുള്ള കാര്യങ്ങളൊക്കെ ഫ്രണ്ടിൽ തന്നെ ഇൻഡെക്സ് പോലെ കൊടുത്തിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയാണ് ഒരു ഡോക്യുമെൻറ്റേഷനിൽ ഉണ്ടായിരിക്കേണ്ട സ്റ്റാൻഡേർഡ്സുകൾ. 5 മാർക്ക് ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്ത ലാസ്റ്റ് ഒരു ടോപ്പിക്കും കൂടിയാണ് ആ മൊഡ്യൂൾ 1 നോക്കേണ്ടത്. ഒരു ഗുഡ് ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കേണ്ട ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ഡോക്യുമെൻറ്റേഷൻ. ഫസ്റ്റ് പോയിന്റ് കണ്ടൻസ് ലിസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഡോക്യുമെൻറ്റിൻ്റെ ഓവറോൾ കണ്ടൻറ്റുകളും സ്ട്രക്ചറുകളൊക്കെ നമ്മൾ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. രണ്ടാമത്തെ സ്റ്റേറ്റഡ് പർപ്പസ്. ആ ഡോക്യുമെൻറ്റിൻ്റെ പർപ്പസുകൾ നമ്മൾ എന്താണ് അതിൻ്റെ പർപ്പസ് എന്നുണ്ടെങ്കിൽ ആ പർപ്പസ് നമ്മൾ എന്താ പറയുക നല്ല രീതിക്ക് ആ ഒരു പർപ്പസും കാര്യങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവരിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ നാവിഗേഷൻ ടൂൾ എന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവരിലേക്ക് എന്താ പറയുക പെട്ടെന്ന് നോട്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക്, ഇപ്പോൾ എന്താ പറയുക വേറെ ഏതെങ്കിലും കളർ ഇട്ടിട്ട് നമ്മൾ അതിനെ മാർക്ക് ചെയ്യുക, പെട്ടെന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം നമ്മൾ കളർ ചെയ്ത് മാർക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ, അങ്ങനെ എന്തെങ്കിലും ഒരു അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരു നാവിഗേഷൻ ടൂളുകൾ യൂസ് ചെയ്യണം. നാലാമത്തെ ആക്യുറസി. അതായത് ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ അതിൽ കറക്റ്റ് ഇൻഫോർമേഷൻ ഉണ്ടായിരിക്കണം, അതൊരു ആക്യുറേറ്റ് ഡോക്യുമെൻ്റ് ആയിരിക്കണം. അഞ്ചാമത്തെ ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ ഹെഡിങ്ങുകൾ, സബ് ഹെഡിങ്ങുകൾ, ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇതൊക്കെയും അതിലുണ്ടായിരിക്കണം. ആറാമത്തെ ക്ലാരിറ്റി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് ബി ഈസിലി അണ്ടർസ്റ്റുഡ്, അത് പെട്ടെന്ന് മനസ്സിലാവുന്നതും നല്ല ക്ലാരിറ്റിയോടും കൂടിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ആയിരിക്കണം. ഇനി 2-3 പോയിൻ്റ്
വീഡിയോയും കൂടി ഉണ്ട്, അതൊന്നും വേണ്ട, ഈ ഒരു 6 പഠിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ മൊഡ്യൂൾ 1 നിങ്ങൾ പഠിക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് ക്ലാസ്സൊക്കെ കേട്ടിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നമ്മൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ സജഷൻസോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. താങ്ക് യു.